നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജയ്ഹിന്ദ് ചാനലിന്റെ ആർപ്പോ ഹീറോ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ ഹീറോ ഹീറോ. എന്തായാലും നല്ലൊരു ഓണക്കാലം എത്തിയിരിക്കുകയാണ്. ഈ ഓണക്കാലം നമ്മൾ അടിച്ചു വിളിക്കാൻ പോകുന്നത് പേയാടുള്ള ഭജനവിട നിവാസികൾക്കൊപ്പമാണ്. അവരൊക്കെയാണ് നമുക്കൊപ്പം ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കാൻ നിൽക്കുകയല്ലേ? റെഡിയാണോ? നമ്മളത്തെ ഈ ഓണം അടിച്ചു പൊളിക്കില്ലേ? അടിച്ചു പൊളിക്കോ? എന്തായാലും നമ്മൾ ഇന്നത്തെ ഓണം അടിച്ചു പൊളിക്കാൻ പോവാണ് പേയാട് ഭജനപുരം നിവാസികൾക്കൊപ്പം. എന്തായാലും ആദ്യം തന്നെ ഒരു ഓണപ്പാട്ടുമായിട്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓണപ്പാട്ടുമായി എത്താൻ പോകുന്ന ഒരു ഗായികയാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഗായികയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം. ചേച്ചി പറഞ്ഞു നല്ല കേടി, എന്താ ആഘോഷമല്ലേ? അടിച്ചു പൊളിക്കുകയാണ്. ഇതാ ഓണപ്പാട്ടുമായി ഒരു ചേച്ചി എത്തി നിൽക്കുകയാണ്. യെസ് ചേച്ചിയുടെ പേരെന്താണ്? ലതാ സതീഷ്. ചേച്ചി ഈ ഓണപ്പാട്ടിനെ പറ്റി എന്തൊക്കെ പറയാനുണ്ടെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഓണപ്പാട്ടിന്റെ പ്രത്യേകത എന്താ? ഇത് ഞാൻ തന്നെ എഴുതിയതാണ്. വാവ്, ഗ്രേറ്റ്. ചേച്ചി തന്നെ രചന എഴുതിയ ഒരു ഗാനമാണ്. 5 ഓണപ്പാട്ടുകളിൽ ഒരെണ്ണമാണ്. 5 ഓണപ്പാട്ട് എഴുതി, അതിൽ ഒന്ന് മാത്രമാണ് ഇത്. അപ്പൊ 5 ഓണപ്പാട്ട് എഴുതി കഴിഞ്ഞു. അതിൽ ഏറ്റവും ബെസ്റ്റ് പാട്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പോകുന്നത്. അതെ, ഇത് മധു ബാലകൃഷ്ണൻ പാടുന്നതാണ്. ഓ ഗ്രേറ്റ്. മധു ബാലകൃഷ്ണൻ പാടിയ ഒരു ഗാനമാണ് ചേച്ചി നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട ജയ്ഹിന്ദ് പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പോകുന്നത്. ചേച്ചി റെഡിയാണോ? റെഡിയാണല്ലോ, സ്റ്റാർട്ട് ചെയ്യാമല്ലേ? പാടിക്കോളൂ. ആവണിപ്പെണ്ണേ 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 തിരുവോണം വരവായേ ആവണിപ്പെണ്ണേ പുന്നെല്ലിൻ കറ്റമെതിച്ചൊരു പാടത്തിൻ നിറവിൽ ഞാൻ തിരുവോണം കൂടാനായെത്തുന്നേ. പുന്നെല്ലിൻ കറ്റമെതിച്ചൊരു പാടത്തിൻ നിറവിൽ ഞാൻ തിരുവോണം കൂടാനായെത്തുന്നേ. തിരുവോണം കൂടാനായെത്തുന്നേ. ആവണിപ്പെണ്ണേ ആവണിപ്പെണ്ണേ തിരുവോണം വരവായേ ആവണിപ്പെണ്ണേ. മാവേലിത്തമ്പ്രാനിൻ മഹിമയെഴും കാലത്തിൻ മലയാള മക്കൾക്കെന്നും സന്തോഷമലതല്ലി. മാവേലിത്തമ്പ്രാനിൻ മഹിമയെഴും കാലത്തിൽ മലയാള മക്കൾക്കെന്നും സന്തോഷമലതല്ലി. ഓണത്തപ്പ കുടവയറാ നിൻ മഹിമകളെല്ലാം വാഴ്ത്തിയിടാൻ മാളോരോ ഉന്മാദം കൊണ്ടിടുന്നു. ഓണത്തപ്പ കുടവയറാ നിൻ മഹിമകളെല്ലാം വാഴ്ത്തിയിടാൻ മാളോരോ ഉന്മാദം കൊണ്ടിടുന്നു. മാളോരോ ഉന്മാദം കൊണ്ടിടുന്നു. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. ആവണിപ്പെണ്ണേ ആവണിപ്പെണ്ണേ തിരുവോണം വരവായേ ആവണിപ്പെണ്ണേ. അത്തം പത്തോണമൊരുക്കി കളിയൂഞ്ഞാൽ കെട്ടിയൊരുക്കി തിരുവാതിരയാടിപ്പാടി കൈകൊട്ടി ചുവടുകൾ വെച്ചു. അത്തം പത്തോണമൊരുക്കി കളിയൂഞ്ഞാൽ കെട്ടിയൊരുക്കി തിരുവാതിരയാടിപ്പാടി കൈകൊട്ടി ചുവടുകൾ വെച്ചു. പൂക്കളമിട്ടൊരു തിരുമുറ്റത്ത് തുള്ളാൻ തുമ്പി പെണ്ണേ വായു മാവേലി തമ്പുരാനെഴുന്നള്ളുന്നേരം. പൂക്കളമിട്ടൊരു തിരുമുറ്റത്ത് തുള്ളാൻ തുമ്പി പെണ്ണേ വായു മാവേലി തമ്പുരാനെഴുന്നള്ളുന്നേരം. മാവേലി തമ്പുരാനെഴുന്നള്ളുന്നേരം. ആവണിപ്പെണ്ണേ ആവണിപ്പെണ്ണേ തിരുവോണം വരവായേ ആവണിപ്പെണ്ണേ. പുന്നെല്ലിൻ കറ്റമെതിച്ചൊരു പാടത്തിൻ നിറവിൽ ഞാൻ
തിരുവോണം കൂടാനായെത്തുന്നേ, തിരുവോണം കൂടാനായെത്തുന്നേ. അടിപൊളി അടിപൊളി അടിപൊളി. എന്തായാലും ഈ ഓണം നാളെ തന്നെ അതും ചേച്ചി പാടിയ അതും സ്വന്തമായി രചിച്ചൊരു ഗാനമാണ് ആലപിച്ചത്. എന്തായാലും നമ്മുടെ ഭജനോട നിവാസികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ നാട്ടിൽ ഗാനങ്ങളൊക്കെ രചിക്കുന്ന ഒരു ചേച്ചീനെ ഉണ്ട്. നല്ലൊരു കൈഡി കൊടുക്കുന്നത് വിനീതമായി പ്രതിക്കുന്നു ചേച്ചി. വർഷങ്ങളായിട്ട് എന്തായാലും ആ ഗാനമൊക്കെ നിങ്ങൾ ആസ്വദിച്ചു അല്ലേ? ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് തിരുവാതിര. ആ തിരുവാതിരയുമായിട്ട് നമ്മളിവിടെ ഒരുപാട് പേര് കാത്തിരിക്കുന്നു, പ്രത്യേകിച്ച് സുന്ദരികളായ ഒരുപാട് ചേച്ചിമാർ. അതാ ആ തിരുവാതിരയിലേക്ക് നിങ്ങൾ ഏവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം. മാഡത്തിൻ്റെ പേര്? ശ്രുതി. ശ്രുതി മാഡം. മാഡത്തിൻ്റെ പേര്? രജനി. രജനി മാഡം. രാഗി. രാഖി. സുമ. സുമ മാഡം. ഇന്ദു. ഇന്ദു മാഡം. മാഡത്തിൻ്റെ പേര്? രമ്യ. രമ്യ. മാഡത്തിൻ്റെ പേര്? സബിത. സബിത മാഡം. മീര. മീര. നിധി. നിധി. രേണു. രേണു. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ചേർന്ന് ഇന്നത്തെ ഈ ഓണം അടിച്ചു പൊളിക്കുകയാണ്. നിങ്ങൾ ഏത് പാട്ടാണ് സെലക്ട് ചെയ്യിക്കുന്നത് തിരുവാതിരയ്ക്ക് വേണ്ടി? ഏത് പാട്ടാണ് മാഡം? ഉണ്ണി ഗണപതി. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഈ തിരുവാതിര ആസ്വദിച്ചു. എന്ത് മനോഹരമായിട്ടാണ് അവർ ഈ തിരുവാതിര കളിച്ചത് അല്ലേ? എന്തായാലും ഈ തിരുവാതിരയ്ക്ക് ശേഷം എത്താൻ പോകുന്ന നല്ല മനോഹരമായൊരു ഗാനമാണ്. ആ ഗാനവുമായി എത്തുന്നത് നമ്മളെ പ്രിയ സുഹൃത്ത്. പ്ലീസ്. എന്തായാലും ഒരു അടിപൊളി ഗാനം ആലപിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ഗോവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ ഇന്ന് ഏത് ഗാനമാണ് ആലപിക്കാൻ പോകുന്നത്? ന്യൂസ് പേപ്പർ ബോയ് എന്ന പഴയ ചിത്രത്തിലെ ഒരു സിനിമാ ഗാനമാണ്. മുകേഷ് ഒക്കെ അഭിനയിച്ച സിനിമയാണ് അല്ലേ? ഓക്കെ. അത് ഏത് പാട്ടാണ്? ഒരു വെൺപിറാവ് കുറുകുന്ന പോലെ. ഓക്കെ. എന്തായാലും പേയാട് ഭജനമിട നിവാസികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷവും കലാകാരന്മാരും കലാകാരികളുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ നമുക്ക് ഒരു കലാകാരികളെ തപ്പിയടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ പോകുന്നത് മനോഹരമായൊരു തിരുവാതിരയാണ്. ഈ തിരുവാതിരയുമായിട്ട് വീണ്ടും ഒരുപാട് സുന്ദരികൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. എന്തായാലും നിങ്ങളെ ശ്രദ്ധയെ ആ തിരുവാതിരയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വാച്ച് ഇറ്റ്. ഇന്നത്തെ ഈ ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടി മറ്റൊരു തിരുവാതിര ടീം എൻ്റെ കൂടെ ഉണ്ട്. അവരൊക്കെ വളരെ സുന്ദരിമാരാണ് അല്ലേ? ആണ്. എന്തായാലും ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. പേര്? ലിംഗ. മായ. വൃന്ദ. പേരെന്താണ്? സബീന. രാഗേന്ദു. ശ്രീജ. നിങ്ങൾക്ക് ടീമിന് പേരുണ്ടോ? എന്താണ് പേര്? ശംഖനാഥ്. എത്ര വർഷമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുന്നു? 2 വർഷമായിട്ട്. എങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയി പെർഫോം ചെയ്യാറുണ്ടോ? കോമ്പറ്റീഷനൊക്കെ പോയി മത്സരിക്കാറുണ്ട്, വിജയിക്കാറുമുണ്ട് അല്ലേ? എന്തായാലും നമ്മുടെ ഫസ്റ്റ് കിട്ടാറുണ്ടോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ഒരു ടീമാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. എന്തായാലും വളരെ അഭിമാനമുണ്ട്. ഇന്നത്തെ ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടി ഈ ഫസ്റ്റ് കിട്ടിയ ടീമിൻ്റെ പെർഫോമൻസ് ആണ്. പ്ലീസ് വാച്ച് ഇറ്റ്. Hare
എന്തായാലും നമ്മൾ പാട്ട് കണ്ടു, ഓണപ്പാട്ട് കേട്ടു, തിരുവാതിര കണ്ടു, കോൽക്കളി കണ്ടു. എന്തായാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗെയിംസാണ്, കളികൾ. ആ കളികളുമായിട്ടാണ് നമ്മളിപ്പോൾ ജയ്ഹിന്ദ് ചാനലിൻ്റെ ആർപ്പോ ഹീറോ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഗെയിംസിലേക്ക് നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു? പ്ലീസ് വാച്ച് ഇറ്റ്. ഓണം ആഘോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ഈ ആവേശകരമായ മത്സരത്തിൽ, അതായത് ഉറിയുടെ മത്സരത്തിൽ, അവസാന മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ഒപ്പം ഒരു ചുറുചുറുക്കുള്ള ഒരു പയ്യൻ നിൽപ്പുണ്ട്. പേരെന്താണ്? ലാൽകൃഷ്ണ. ഇതിന് തയ്യാറാണോ? റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ആയുധം ഞാൻ കയ്യിലേക്ക് കൈമാറുകയാണ്. റെഡിയാണല്ലോ? ഇനി ലാൽകൃഷ്ണയുടെ സമയമാണ്. ലാൽകൃഷ്ണയുടെ ഉന്നം എന്ന് പറയുന്നത് ഇതിലേക്ക് മാത്രമായിരിക്കണം. ഏതാ ആവേശകരമായ മത്സരത്തിലേക്ക് കിടക്കാൻ. ലെറ്റ്സ് വാച്ച്. അതാ ലാൽകൃഷ്ണ അതിനെ ഉന്നം വെച്ച് നിൽക്കുകയാണ്. ഏത് നേരവും അതിനെ ഉടയ്ക്കാനുള്ള പാകത്തിൽ നിൽക്കുകയാണ്. അടി കൊണ്ടുകഴിഞ്ഞു. എങ്കിലും ആവേശം മാറാതെ വീണ്ടും അതിനെ തല്ലിപ്പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ് ലാൽ. അതെ, ഉന്നം ആ ചട്ടിയിൽ മാത്രമാണ്. അതെ, ഉറിയിൽ ഏതാണ്ട് തുടരായി. അടി കൊണ്ടു കഴിഞ്ഞു. എങ്കിലും ആ ആവേശം ഒട്ടും ചോരാതെ വീണ്ടും. അതെ, വീണ്ടും അതായിരിക്കണം. അത് ചന്നഭിന്നമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും ഈ ആവേശകരമായ മത്സരത്തിൽ ഒട്ടും ആവേശം ചോരാതെ അവസാനം വരെ മത്സരിച്ച് വിജയിച്ച ലാലിന് ഒരുപാട് നന്ദി അറിയിക്കണം. നല്ല കീഴേ. അതെ, എന്തായാലും ആർപ്പോ ഹീറോയുടെ ഈ ജയ്ഹിന്ദ് ചാനലിലെ ഈ പരിപാടിയിലെ ഈ ആവേശ മത്സരത്തിൽ വിജയിച്ച ലാലിന് ഒരു ചെറിയ സമ്മാനം ജയ്ഹിന്ദ് കൈമാറുകയാണ്. ഒപ്പം ഇവിടെ ഒരു ചെറിയ ഗായിക നമുക്ക് വേണ്ടി 2 വരി പാട്ട് പാടുന്നതിന് വേണ്ടി ഒരുപാട് നേരമായി കാത്തിരിക്കുകയാണ്. ആ ഗായിക ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് ആ ഒരു കൊച്ചു ഗായികയാണ്. ആ ഗായികയിലേക്ക് ഈ മൈക്ക് കൈമാറുകയാണ്. മോളെ, ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഓണപ്പാട്ട്. പാടിക്കോ. ഓണം വന്നല്ലോ, ഊനായിട്ടല്ലോ, കോടി ഉത്തല്ലോ, ഉണ്ണിച്ചാടി മഞ്ഞല്ലോ, കൂട്ടുകാരെ പോരുന്നില്ലേ വീട്ടിലെങ്ങാലോ, സന്ധ്യയാവുമ്പേ ഉണ്ണി പന്ത് കഴിക്കണ്ടേ, സന്ധ്യയാവുമ്പേ ഉണ്ണി പന്ത് കഴിക്കണ്ടേ, സന്ധ്യയാവുമ്പേ ഉണ്ണി പന്ത് കഴിക്കണ്ടേ. അടിപൊളി. ഇത്രയും ഒരു പാടിയിൽ ഏറ്റവും മനോഹരമായ ഗാനം ആടെ ചോദിച്ചു കഴിഞ്ഞാല് ഈ സുന്ദരി കുട്ടിയുടെയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഗായികയാണോ? മോടെ പേരെന്താ ചോദിച്ചില്ലല്ലോ. പേരെന്താ? നിവേദ്യ കുട്ടിയാണ്. നമുക്ക് ഇന്ന് ഈ ജയ്ഹിന്ദ് ചാനലിന്റെ ആർപ്പോ ഹീറോയിൽ നല്ല അടിപൊളി ഒരു ഓണപ്പാട്ട് പാടിയത്. ഒരുപാട് നന്ദിയുണ്ട് മോളെ, ഒരുപാട് നന്ദിയുണ്ട്. ഡാൻസ് കളിക്കോ? അപ്പൊ സർവകലാവല്ലഭയാണ്. ഓക്കെ, എന്തായാലും ഈ നമ്മുടെ ഭജനമണ്ഡലം തിരുവനന്തപുരം പേയാടുള്ള ഭജനമഠം നിവാസികൾക്ക് ഒത്തിരി നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ഒപ്പം ഒരുപാട് പേർക്ക് നമുക്ക് നന്ദി അറിയിക്കാറുണ്ട്. നമ്മുടെ പ്രസിഡന്റ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം സെക്രട്ടറി, നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ, എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഇവിടുത്തെ സ്ഥല നിവാസികൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങളാണ് ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളില്ലെങ്കിൽ ഈ പരിപാടി ഒട്ടും വിജയിക്കില്ലായിരുന്നു. എന്തായാലും ഈ ഓണം ആവേശകരമാക്കാൻ സഹായിച്ച ഭജനപടം നിവാസികളുടെ എല്ലാ പ്രതിനിധികൾക്കും, പ്രിയ സുഹൃത്തുക്കൾക്കും, നാട്ടുകാർക്കും എല്ലാവർക്കുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. കൊള്ളാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു തീരുമാനം. വേണമെങ്കിൽ ഇനിയും നമുക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓണം അടിച്ചു പൊളിക്കും. നല്ല രീതിയിൽ കുറെ കൂടെ ആളെ പങ്കെടുപ്പിച്ച് ചെയ്യാൻ സാധിക്കും. എന്തായാലും മാക്സിമം പാർട്ടിസിപ്പേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ സാറിന് എന്താണ്? നമ്മുടെ പ്രസിഡന്റാണ്. നമ്മുടെ പേയാട് നിവാസികൾക്ക് വേണ്ടി ജയ്ഹിന്ദ് ചാനൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ സന്മനസ് കാണിച്ചതിൽ അങ്ങേയറ്റം നന്ദി ഉണ്ട്. പ്രിയപ്പെട്ട മെമ്പറിന് 2 വാക്കുകൾ പറയാൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പേയാട് ഭജനമഠം നിവാസികൾ ഉൾപ്പെട്ട ഒരു പരിപാടി, മനോഹരമായ രീതിയിലൊരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. നമ്മുടെ ഓണം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും, പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ജയ്ഹിന്ദ് ചാനലിന്റെ വക ഒരു ചെറിയ സമ്മാനം നമ്മുടെ ഭജനമഠം നിവാസികളുടെ പ്രതിനിധികൾക്ക് ഞങ്ങൾ കൈമാറുകയാണ്. ഈ സമ്മാനം 3 പേരും കൂടി ചേർന്ന് വാങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നല്ലൊരു കൈയ്യടി കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്കൊരു ആർപ്പോ ഹീറോ പറയാം. ആർപ്പോ
ഹീറോ ആർപ്പോ ഹീറോ. എല്ലാ ജയ് ഹിന്ദ് പ്രേക്ഷകർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വാങ്ങുന്നു. നന്ദി. താങ്ക് യു.